എന്നോട് ക്ഷമിച്ചാലും പ്രഭു. അതായത് ഈ കുതിരയെ ഞാൻ ഇതിനു മുമ്പ് തന്നെ തിരഞ്ഞെടുത്തതാണ്. പറഞ്ഞത് തിരിച്ചെടുക്കൂ. ഷെഹൻഷാ ഒന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റാർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ഖാൻ ബാബയ്ക്ക് ഇത്രയും നാളായി ഈ കാര്യം അറിയില്ലേ? സ്വന്തം ഇഷ്ടം ആദ്യം തന്നെ മുന്നിൽ വയ്ക്കാൻ. നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി ഖാൻ ബാബയുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ മാത്രം? ഇപ്പോൾ ഈ കുതിരയുടെ മൂക്കിന്മേൽ ഖാൻ ബാബയുടെ പേരിലുള്ള കടിഞ്ഞാൻ മാത്രമായിരിക്കും ഉണ്ടാവുക. അങ്ങ് എന്തിനാണ് കുതിരയെ കൊടുത്തത് ഷെഹൻഷാ? അങ്ങേക്ക് പോലും ഇഷ്ടപ്പെട്ട സാധനം ലഭിച്ചില്ല എങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തായി തീരും? ഇന്ന് എനിക്ക് മനസ്സിലായി, നിന്റെ ശരീരത്തിന് മാത്രമല്ല വൈകല്യം, നിന്റെ മനസ്സും വൈകല്യമുള്ളതാണെന്ന്. നിന്റെ നാവടക്കി ഇരുന്നില്ലെങ്കിൽ നിന്റെ ശരീരവും ഉണ്ടാകില്ല, നിന്റെ നാവും ഉണ്ടാകില്ല. അങ്ങൊരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഷെഹൻഷാ. എന്നെപ്പോലൊരാളുടെ രക്തം കൊണ്ട് എന്ത് പ്രയോജനം? എന്റെ ജീവൻ മാത്രമേ പോകൂ. പക്ഷെ അങ്ങയുടെ കാര്യമോ? ആളുകൾ എന്ത് പറയും? ഷെഹൻഷാ ഒരു നിസ്സഹായനായ ആളെ കൊന്നുകളഞ്ഞു എന്ന. നീ നന്നായി സംസാരിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ കാരണം നിന്റെ ഈ ബുദ്ധി വൈഭവവും നിന്റെ സംസാരവും കൊണ്ട് തന്നെയാണ്. എന്റെ ഈ തലച്ചോറ് എപ്പോഴും അങ്ങയുടെ ഉത്തരവ് പാലിക്കുന്നതാണ് ഷെഹൻഷാ. പോകൂ. എന്നിട്ട് ഈ കുതിരയുടെ മേൽ നിങ്ങളുടെ യശസ്സില്ലാത്ത മുഖം പതിച്ചോളൂ. കാരണം അറിയപ്പെടുന്നത് കുതിരയല്ല, അതിന്മേലുള്ള യാത്രക്കാരനെയാണ്. ഏത് കുതിരയുടെ മേലാണോ എന്റെ ഷെഹൻഷാ സഞ്ചരിക്കുന്നത് അത് ഏറ്റവും മഹത്വമുള്ളതായി അറിയപ്പെടും. ബാക്കിയെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈറാം ഖാന്റെ ഉത്തരവ് പോലും അങ്ങയുടെ മുന്നിൽ നിഷ്പ്രഭമാണ്. പക്ഷെ അങ്ങയുടെ ഓരോ ഉത്തരവിന് പിന്നിലും തീർച്ചയായും ബൈറാം ഖാന്റെ ആഗ്രഹമാണ് ഒളിഞ്ഞുകിടക്കുന്നത്. അമീറിന്റെ അധിപതി, ന്യായപ്രിയനായ രാജാവ് ഭാർമൽ സഭയിലേക്ക് എഴുന്നള്ളുന്നു. ഇത്രയും കുറച്ചു സമയത്തിനുള്ളിൽ നമ്മുടെ അപേക്ഷ മാനിച്ച് നിങ്ങളെല്ലാവരും ഉത്സവത്തിനായി അമീറിലേക്ക് വരാൻ തയ്യാറായി. അതിന് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും വന്നതിൽ. ഞാൻ വർഷങ്ങളായി കേൾക്കാറുണ്ട് അമീറിലെ ഉത്സവം ശരിക്കും കാണാൻ അതിമനോഹരമാണെന്ന്. കേട്ടത് ശരിയാണ്. ഇവിടെ കാണാൻ യോഗ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും വലിയ കാര്യം ഇതാണ്, അമീറിൽ കണ്ടുവച്ച ഒരു ശത്രുവുമുണ്ട്, ജലാൽ. ജലാലിനെ കാണാനും സംസാരിക്കാനുമുള്ള അവസരം ഇതാണ്. തീർച്ചയായും അവസരം തന്നെയാണ്. പക്ഷെ സമയം ഇപ്പോൾ ശരിയല്ല. അയാളെക്കുറിച്ച് നമുക്ക് ഏകാന്തതയിൽ സംസാരിക്കാം. ഇതൊരു സഭയാണ്. ഇവിടെ ഒരുപക്ഷെ അയാളുടെ ദൂതന്മാരുണ്ടാകാൻ സാധ്യതയുണ്ട്. നാം വരാൻ വൈകിയോ? പ്രഖ്യാപനം കഴിഞ്ഞോ? കുറച്ച് നേരത്തെ വരാത്തതെന്താ? സുകന്യ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആളെയും കാണായിരുന്നു. ഇന്ന് ഈ സഭ വിളിച്ചു കൂട്ടിയത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന്, എന്റെ മകളുടെ വിവാഹം. മറ്റൊന്ന്, അമീറിന്റെ ഭാവി രാജാവിനെ പ്രഖ്യാപിക്കൽ. നാം ആഗ്രഹിക്കുന്നത് എല്ലാ രജപുത്ര രാജാക്കന്മാരും അതിന് സാക്ഷികളാകണമെന്നാണ്. അമീറിന്റെ ഭാവി രാജാവിനെ സ്വാഗതം ചെയ്യണമെന്ന്, അയാളെ ആശംസിക്കണമെന്ന്, അയാൾക്ക് തിലകമിടണമെന്ന്. എനിക്ക് നൽകിയ ആദരം, സ്നേഹം, ഇതുവരെ നിങ്ങൾ എനിക്ക് നൽകിയ ബഹുമാനവുമെല്ലാം അദ്ദേഹത്തിനും നൽകേണ്ടതാണ്. നാം പ്രതീക്ഷിക്കുന്നു നമുക്ക് ശേഷം നമ്മുടെ പേരും പെരുമയും നമ്മുടെ സംസ്കാരവും നമ്മുടെ തലമുറയെയും അയാൾ മുന്നോട്ട് നയിക്കുമെന്ന്. അയാളുടെ പേരാണ്
യുവരാജാവ് ഭഗവാൻ ദാസ്. രാജാവ് ഭാർമൽ സിംഗ് വിജയിക്കട്ടെ. കുമാരൻ ഭഗവാൻ ദാസ് വിജയിക്കട്ടെ. രാജാവ് ഭാർമൽ സിംഗ് വിജയിക്കട്ടെ. കുമാരൻ ഭഗവാൻ ദാസ് വിജയിക്കട്ടെ. ജ്യേഷ്ഠ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ചതിയാണ്, കാപട്യമാണ്. സൂക്ഷിച്ച് സംസാരിക്കണം സുജാപാൽ. സ്വന്തം വാൾ സൂക്ഷിച്ചോളൂ ഭഗവാൻ ദാസ്. ഇപ്പോൾ ദാനമായി കിട്ടിയ ഈ സ്ഥാനം അതെന്റേതാണ്. ഇത് വളരെ മോശമായ കാര്യമാണ്. അർഹതപ്പെട്ടയാൾ ഒരാളും തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റൊരാളും. യഥാർത്ഥത്തിൽ ഈ സ്ഥാനം എന്റെ അച്ഛൻ അമ്മാവനെ സംരക്ഷിക്കാനായി നൽകിയതാണ്. എന്നാൽ അദ്ദേഹം സ്വയം രാജാവായി. അത് മാത്രവുമല്ല, ഞാൻ ഇതിന് യോഗ്യനായിരുന്നിട്ടും സ്ഥാനം നിനക്ക് നൽകി. ഇതിനേക്കാൾ വലിയ ചതിയും കാപട്യവും മറ്റെന്താണ്? ഇതെന്തൊക്കെയാ നടക്കുന്നത്? വാളുകൾ മാറ്റൂ സുജാമൻ. ഇല്ല അമ്മാവ, ഈ വാൾ ഞാൻ താഴ്ത്തില്ല. ഇത് വർഷങ്ങളായി ഇവിടെ നടക്കുന്ന അന്യായം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസരം നിനക്കും ലഭിക്കും. അല്പം കൂടി കാത്തിരിക്കും. ഇനിയും എനിക്ക് പ്രതീക്ഷിക്കാനാവില്ല അമ്മാവ. ഇനി ഞാൻ തോൽക്കില്ല. ഞാനെല്ലാം നേടുക തന്നെ ചെയ്യും. എന്റെ അധികാരവും പദവിയും തിരിച്ചെടുത്ത് അടങ്ങൂ. ഇനി അതിനുവേണ്ടി എനിക്ക് ആരെങ്കിലും കൊല്ലേണ്ടി വന്നാലും ശരി, അമീർ സുജാമലിന്റേതാണ്. ഞാനത് സ്വന്തമാക്കുക തന്നെ ചെയ്യും. ജ്യേഷ്ഠ, ജ്യേഷ്ഠന്റെ സ്ഥാനം ഇവിടെ ആയിരിക്കും. ഇല്ല ഇല്ല, ഞാനിവിടെ ഇരിക്കില്ല. ശരി, എന്നാൽ ഇവിടെ ഇരുന്നോ. അല്ലല്ല, ഞാൻ രാജാവാണ്. ഞാൻ ഇവിടെയാണ് ഇരിക്കേണ്ടത്. ആമീറിന്റെ രാജാവ് സുജാമൻ വിജയിക്കട്ടെ. അയാളെ ഇങ്ങനെ പോകാൻ അനുവദിക്കുന്നത് ഉചിതമല്ല. ഉത്തരവ് നൽകൂ. തടസ്സം തനിയെ മാറുകയാണെങ്കിൽ അത് മാറ്റാനായി കൂടുതൽ പരിശ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അച്ഛാ, അച്ഛന്റെ അമീറിലെ സ്ഥാനം ഈ സുജാമൽ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ജ്യേഷ്ഠ, ഇങ്ങനെ മനസ്സ് വിഷമിച്ച് ഇവിടെ നിന്നും പോകരുത്. എന്തെങ്കിലും ഒരു മാർഗം തീർച്ചയായും ഉണ്ടാകും. ഇനി എനിക്ക് ആ പ്രതീക്ഷയില്ല ജ്യോത. ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. ജ്യേഷ്ഠ, നാം ജ്യേഷ്ഠനോടൊപ്പമുണ്ട്. നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും ജ്യോത. ഈ അമീറിൽ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് നീ മാത്രമാണ് ജ്യോത. എന്നാൽ പിന്നെ പോകാതിരുന്നുകൂടെ? ഇങ്ങനെ അങ്ങ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ
എല്ലാരും അങ്ങേ കുറ്റക്കാരനായി കാണും. അധികാരത്തിന് വേണ്ടി പോരാടുന്നവരെയൊക്കെ ദ്രോഹികളായാണ് കണക്കാക്കാറുള്ളത്. ഭടന്മാർ വന്ന ഈ ദ്രോഹിയെ പിടികൂടുന്നതിന് മുമ്പായിട്ട് എന്നെ പോകാൻ അനുവദിക്കൂ ജോധ. ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. നമ്മൾ വീണ്ടും കാണും. അമീറിന് വേണ്ടി ഞാൻ തിരികെ വരും. തിരയോ അയാളെ, രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അയാൾ അയാളുടെ മുറിയിലേക്ക് പോയിട്ടുണ്ടാവും. സുജാമൻ ജ്യേഷ്ഠ, പിടിക്കൂ 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 അയാളെ. സുജാമൻ ജ്യേഷ്ഠ. ജ്യേഷ്ഠ, അയാളെ പിന്തുടരൂ, വേഗം പിടിക്കൂ. നാം വിചാരിച്ചത് അങ്ങിന്ന് ജോധയുടെ വരനെ കണ്ടെത്താനാവും സഭ വിളിച്ചതെന്നാ. പക്ഷെ അങ്ങിന്ന് അമീറിന്റെ രാജാവിനെ പ്രഖ്യാപിച്ചു. പിന്നെ സുജാമലിനെ സ്വന്തം ശത്രുവായും കണ്ടു. മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല നമ്മുടെ പക്കൽ. നാം പറഞ്ഞിരുന്നതല്ലേ, സുജാമൻ യുവാവാണ്, ചോരത്തിളപ്പുമുണ്ട്, കൂടാതെ അധികാരമോഹിയും. അയാൾക്ക് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടിയാൽ അയാൾ ഏറ്റവും ആദ്യം രജപുത്രർക്ക് നേരെയാവും ആക്രമണം നടത്തുക. അത് മാത്രവുമല്ല, സ്വന്തം സഹോദരീ സഹോദരന്മാരെ പോലും വെറുതെ വിടില്ല. രാജനീതി എന്ന് നമുക്ക് മനസ്സിലാകില്ല പിതാശ്രീ. പിന്നെ എനിക്കിതും മനസ്സിലാകുന്നില്ല. ഞാൻ എന്റെ ഒരു ജ്യേഷ്ഠനെ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കണോ, അതോ മറ്റൊരു ജ്യേഷ്ഠൻ രാജാവായതിൽ സന്തോഷിക്കണോ? നാം സുജാമനെ സ്വന്തം മകനെ പോലെയാണ് വളർത്തി വലുതാക്കിയത്. എന്നാൽ സുജാമൻ ഒരു മകനല്ല, രാജാവാകണമായിരുന്നു. ഇന്ന് മുഴുവൻ സഭയിലും വെച്ച് സുജാമൻ ചെയ്തത് ഒരിക്കലും ക്ഷമ ലഭിക്കാൻ യോഗ്യതയില്ലാത്ത കാര്യമാണ്. ജോധ, നിനക്ക് നിന്റെ ജ്യേഷ്ഠനെ നഷ്ടപ്പെട്ടെങ്കിൽ നാം ഒരു രജപുത്ര യോദ്ധാവിനെയാണ് നഷ്ടപ്പെടുത്തിയത്. ഒരു മകനെയാണ് നഷ്ടപ്പെട്ടത്. ഒരു മകനെ നഷ്ടപ്പെട്ടാൽ മറ്റൊരു മകനെ കണ്ടെത്തണം. മനസ്സിലായില്ല മേനാവതി? ജോധയുടെ വിവാഹം നടത്താമല്ലോ. മരുമകനും നമുക്ക് മകന് തുല്യം തന്നെയല്ലേ? നീ പറഞ്ഞത് സത്യമാണ്. ജോധയുടെ വിവാഹം രജപുത്രരുടെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപി കൊണ്ട് എഴുതപ്പെടണം. അത് മതി. ജോധയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ കണ്ടെത്തിയാൽ മതി. സലാം. വേഗം തയ്യാറാകൂ ഷെഹൻഷാ, നല്ലൊരു അവസരം ലഭിച്ചിരിക്കുന്നു. എല്ലാ രജപുത്ര രാജാക്കന്മാരും ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിലേക്കായി അമീറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗണഗോർ ഉത്സവമോ? അതെ, 18 ദിവസത്തെ ഉത്സവമാണ്. ശരി, എന്നാൽ നമുക്ക് രജപുത്രന്മാരോട് ഏറ്റുമുട്ടാം. പക്ഷേ ശത്രുക്കളെ ആക്രമിക്കുന്നത് അവർ ഒറ്റയ്ക്കിരിക്കുമ്പോഴാകണമെന്നാണ് സിയാസത്ത് പറഞ്ഞിട്ടുള്ളത്. നാം സിയാസത്തിന്റെ കാര്യം നീ പറഞ്ഞറിയണമെന്നാണോ? എന്നോട് ക്ഷമിക്കൂ ഷെഹൻഷാ. ധൈര്യമുള്ളവനെ വിജയം കൈവരിക്കാനാകൂ. മുന്നേറിയേ മതിയാകൂ. എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കട്ടെ. കാരണം സമയത്താൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
ഒരിക്കൽ രജപുത്രന്മാരുടെ എല്ലാം തലയും മൂടലും വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരും ഉണ്ടാകില്ല, അവരുടെ അഹങ്കാരവും ഉണ്ടാകില്ല. ഇപ്പോഴുള്ള വാർത്ത ഇതാണ്: ഗൺകൂർ ഉത്സവത്തിന്റെ മേളം തുടങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും ആഹ്ലാദം നിലനിൽക്കുകയാണ്. രാജകുമാരന്മാരെല്ലാരും വന്നു കഴിഞ്ഞു. ഉറപ്പായും വരുമല്ലോ. സ്വന്തം റാണിമാരെ തെരഞ്ഞെടുക്കാനുള്ള അവസരമല്ലേ ഇത്? സ്വന്തം വരനെ കണ്ടെത്താൻ കുമാരിമാർക്കും അവസരം കിട്ടുമല്ലോ. അതുകൊണ്ടല്ലേ പ്രദർശനങ്ങൾ നടത്തുന്നത്. യുവാക്കൾ സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് യുവതികളെയൊക്കെ സന്തോഷിപ്പിക്കുന്നു. അതായത് മല്ലയുദ്ധം, കുന്തം കൊണ്ടുള്ള അഭ്യാസം, വാൾപ്പയറ്റ്. പോകാം, ആദ്യം ഇവരെ ഒരുക്കട്ടെ, എന്നിട്ട് പോകാം. അല്ല സുകന്യ, നിന്റെ കല്ല് വെച്ച മാല എവിടെ? മാതാശ്രീ നമുക്ക് ഒരുപോലെയുള്ള മാലയല്ലേ തന്നത്? അതെ, തന്നിരുന്നു. അതെവിടെയാണ്? അത് നാം പിന്നീട് പറയാം. പിന്നീടെന്ന് വെച്ചാൽ? പിന്നീടെന്ന് വെച്ചാൽ പിന്നീട്, കുമാരന്മാരെ കണ്ടതിന് ശേഷം. അല്ലാതെ എന്താ? പക്ഷെ ഇപ്രകാരം അപൂർണമായ അലങ്കാരത്തോടെ പോയാൽ സുന്ദരന്മാരായ യുവാക്കൾ നിന്നെ കുമാരി എന്നല്ല ദാസിയാണെന്ന് കരുതും. പോകാം ശിവാനി, എന്നാ പോകാം. മോഷ്ടാക്കൾ വന്നിട്ടുണ്ട്. മോഷ്ടാക്കളോ? അതെ, ചിലർ ഹൃദയം മോഷ്ടിക്കുന്നു, ചിലർ കണ്ണുകൾ മോഷ്ടിക്കുന്നു, ചിലർ മാല മോഷ്ടിക്കുന്നു, ചിലർ ദൃഷ്ടിയും. അതുപോലെ ചേച്ചിയുടെ കണ്ണുകൾ ആരെയാ തിരയുന്നത്? ആ മോഷ്ടാവിനെയാണോ? അത് ഇത് കൊണ്ടുപോയ? എന്താ നീ എന്താ പറഞ്ഞു വരുന്നത് ശിവാനി? അതെ, ഞാൻ ആ മാലയുടെ കാര്യമാണ് പറഞ്ഞത്. ജോധയെ കണ്ടോ? എന്റെ കുമാരി ജോധ എവിടെ? മഹാറാണി കുമാരി അവിടെ ഉണ്ടാവും. ജോധ, ജോധയെ കണ്ടോ നിങ്ങൾ? അകത്തുണ്ട് മഹാറാണി. അകത്തോ? ഇതെന്താ ജോധ? കൊട്ടാരത്തിൽ ഉത്സവം നടക്കുന്നു, രാജകുമാരന്മാരെല്ലാവരും വന്നിരിക്കുന്നു, നീ മാത്രം ഇവിടെ ഇരിക്കുകയാണോ? മാതാശ്രീ, ഞാൻ ദേവിയെ ഒരുക്കട്ടെ. ദേവിക്ക് സ്വന്തം വരനെ ലഭിച്ചു കഴിഞ്ഞു, ഇനി നിനക്കാണ് വേണ്ടത്. വരൂ, എഴുന്നേൽക്കൂ. ഇന്ന് നാം നമ്മുടെ കൈകൊണ്ട് തന്നെ നിന്നെ അണിയിച്ചൊരുക്കാം. വരൂ, പോകാം. നോക്കൂ മാതാശ്രീ, പാർവതി ദേവി എത്ര സുന്ദരിയായിരിക്കുന്നുവെന്ന്. നീയും സുന്ദരിയാണ്. മഹാറാണിക്ക് പ്രണാമം. മോത്തിബായി, സുഖല്ലേ നിനക്ക്? സുഖമായിരിക്കുന്നു. ഏയ് കുമാരിമാരെ, എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചിവിടെ നിൽക്കൂ. എന്നിട്ട് പാർവതി ദേവിയെ ധ്യാനിക്കണം. പിന്നെ ശിവഭഗവാനെയും ധ്യാനിക്കാൻ മറക്കരുത് കേട്ടോ. അല്ല ജോധ, നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇവിടേക്ക് വരൂ. എനിക്ക് അവിടത്തേക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ ദേവി. എന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കൂ. ധൈര്യം നൽകൂ എന്റെ ശത്രുവായ അവനോട് പകരം വീട്ടാൻ, ആ ജലാലിനോട്. ഇത്തരത്തിൽ പൂജയുടെ സമയത്ത് ശത്രുക്കളുടെ പേര് പറയാൻ പാടില്ല ജോധ. പറയപ്പെടുന്നത്
പൂജയുടെ സമയത്ത് നാവിൽ സരസ്വതി വസിക്കുമെന്നാണ്. ആ സമയത്ത് ആരുടെ പേരാണ് ഉരുവിടുന്നത്, ദേവിയുടെ അനുഗ്രഹം ആ പേരിന്റെ ഉടമയ്ക്ക് ലഭിക്കുമെന്നാണ്. ഞാൻ എനിക്ക് വേണ്ടിയാണ് അനുഗ്രഹം ചോദിച്ചത് മാതാശ്രീ. പിന്നെ ജലാലിനായി മരണവും.